ഹായ്. അപ്പോൾ ഞങ്ങൾ മൈത്രി ടീം അംഗങ്ങളെല്ലാവരും കൂടി ഇന്ന് കർജിലേക്കുള്ള യാത്രയിലാണ്. അപ്പം മൈത്രി കേരളീയം 2024 ഒരു വൻപിച്ച വിജയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങും ഞങ്ങളുടെ എല്ലാവരും ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഒരു കരുനാഗപ്പള്ളിക്കാരൻ്റെ ഒരു ഫാം ഹൗസ് കർജിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലാണ്. ഈ വണ്ടിയിൽ നമ്മൾ നിസാർ പള്ളിക്ക് ക്ഷേത്രമുണ്ട്. നമ്മുടെ സലീമക്ക നമ്മുടെ മൈത്രി അംഗം അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൂടെ കൂട്ടിയിരിക്കുകയാണ്. പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ. ഞാൻ ശ്രേയ. നമ്മുടെ ആങ്കർ ആയിരുന്നു മൈത്രി കേരളീയത്തിൻ്റെ. ശ്രേയയുടെ ഹസ്ബൻഡ് വിനീത്. സാദക്കും മജീദൊക്കെ ആ ഫ്രണ്ടിലത്തെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ റഹ്മാനുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് അല്ലേ സാറേ? അതെ. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി? ഇന്ന് നമ്മൾ അടിച്ചു പൊളിക്കല്ലേ, ബാക്കി കണ്ടറിയാം. അതല്ലേ സിനിമക്ക മൈത്രി അംഗം അല്ലെങ്കിൽ അംഗമായിട്ട് അവര് കൺസിഡർ ചെയ്തതിലെ സന്തോഷം ആണല്ലേ? കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ നമ്മളെ പരമാവധി ഒഴിവാക്കി അതിൽ നിന്നൊരു മാറ്റം എന്തായാലും മൈത്രിക്ക് ഉണ്ടാവും. അതിന്റെ പ്രവർത്തനം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കാനും ഒക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ സലീമൊക്കെ വലിയൊരു പ്രോജക്റ്റാണ്. അടുത്ത ഡിസംബർ 20 ഒരു വലിയൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പം റിയാദിലുള്ള എല്ലാവരെയും ഒരു പ്രസംഗ പരിശീലനവും നേതൃഗുണവും ഒക്കെ പഠിപ്പിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ സലീമൊക്കെ അതിൻ്റെ ഓട്ടത്തിലാണ്. പക്ഷേ ഞങ്ങൾ ഇത് നമ്മുടെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ഗസ്റ്റായിട്ടാണ് ഇന്ന് നമ്മളോടൊപ്പം കൂടിയിരിക്കുന്നത്. അൻവറിൻ്റെയും അൻസറിൻ്റെയും അൽഖർജിലുള്ള MAR ഫാം ഹൗസിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വിശാലമായൊരു ഫാം ഹൗസാണ്. സ്വിമ്മിംഗ് പൂൾ ഏരിയ. ഒരുപാട് കൃഷികളൊക്കെ ഇവിടെ. അവിടെ കോഴി, താറാവ്, ആട്, ഒട്ടകം എല്ലാം ഉണ്ട് കേട്ടോ. അല്ലേ സേമിക്ക? ഒട്ടകത്തിനെ കണ്ടില്ലേ? കാണാം. അപ്പോൾ താറാവ്, കോഴി, ആട്, അയില്, ഒട്ടകം. ഈ ഫാമിൽ ധാരാളം ഡേറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡേറ്റ്സിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഓറഞ്ച്. ഇതാണ് നമ്മുടെ അൽഖർജിലെ ഓറഞ്ച് മരം. ഇപ്പോൾ ലഞ്ച് കഴിക്കുന്ന തിരക്കിലാണ്. അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. മജീദൊക്കെ നല്ല തിരക്കിലാണ്. എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നുണ്ട്. ഇന്നത്തെ കാരണവർ മജീദൊക്കെയാണ് കേട്ടോ. ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞു. അതിനുശേഷം എല്ലാവരും ഒന്ന് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. ഇവിടെ കുറച്ച് ടീം ഇരുന്നിട്ട് ഈവനിങ് സ്നാക്സും ആൻഡ് ഡിന്നറിനുള്ള പ്രിപ്പറേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഓരോ സ്ഥലത്തായിട്ട് മാറിയിരുന്ന് ഗഹനമായ ചർച്ചയിലാണ്. അവിടെ കപ്പയും മീനും അൽഫഹവും കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ്. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഫാം ഹൗസ് ഒന്ന് ചുറ്റി കാണാം. അതെ, ഇത് പെൺമയില്. ഇതോ നാടൻ മുട്ട. ഇതാ മുട്ട കുറേ ഉണ്ട്. അവിടെ ചോപ്പാടല്ലേ കണ്ടത്? വെള്ള. ഇത് പെണ്ണ. ആണാണെങ്കിൽ മയിൽ പീലി ഉണ്ടാവും. അല്ല, പീലി ഉണ്ടാവും. അല്ലല്ല, ഇതിലില്ല. ഈ കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എന്തൊരു ഐഡിയ ഉണ്ടോ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വെച്ച് പറഞ്ഞ് പ്രാവിനെ വളർത്തുന്നത് കൂടാന്നാണ് പറഞ്ഞത്. ഇവിടെ ചില ആൾക്കാരൊക്കെ പ്രാവിനെ കഴിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഹോൾസിലേക്ക് കിളികൾ വന്നിട്ട് ഇങ്ങനെ കൂട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കുറേ നാരുകളും ചില്ലകളും ഒക്കെ കാണാൻ കഴിയും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് പരിചയം പുതുക്കാനുള്ളൊരു അവസരമായിരുന്നു. 5 സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണ്. കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ടാണ് പൊറോട്ട പറിക്കുന്നത്.
ആ ഇനി അടിക്കുന്നതാണ്. റഹ്മാനാണ് അടിക്കുന്നത്. ആ അടി കൊണ്ട് പരന്നുപോയി. കപ്പയും മീനും ചിക്കനും ഒക്കെ സ്പോൺസർ ചെയ്തേക്കുന്നത് MK ഫുഡ്സ് ആണ്. കുഴിമന്തി തയ്യാറാക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 ലെയറിൽ നമ്മൾ ചിക്കനും താഴെ റൈസുമാണ് ഇടുന്നത്. നല്ല കുഴിയിലേക്കുള്ള കനലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ കുഴിയിലേക്കാണ് നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്നത്. നല്ല വിറക് കത്തിച്ച് കനലാക്കിയിട്ട് കുഴിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്കാണ് ഈ ചിക്കനും റൈസും ഒക്കെ ഇറക്കി വെക്കാൻ പോകുന്നത്. ഇത് ഇറക്കി വെച്ചതിന് ശേഷം നന്നായി വലിയ മൂടി വെച്ചിട്ട് മൂടിയതിന് ശേഷം അതിൻ്റെ പുറത്ത് നല്ല ഫോയിൽ പേപ്പർ കൊണ്ടിട്ട് നന്നായി കവർ ചെയ്യും. അതിനുശേഷം മണ്ണിട്ട് ഇത് മൂടി അതിൻ്റെ പുറത്ത് വെയിറ്റ് വയ്ക്കും. ഏകദേശം 1 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കണമെന്നാണ് പറയുന്നത്. ഇതാണ് ശരിക്കും കുഴിമന്തി എന്ന് പറയുന്നത്. അങ്ങനെ ഇത് കറക്റ്റ് എല്ലാം മൂടി വെച്ച് ഞങ്ങളെ സഹായിക്കാൻ ഒരു യമനി അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് യമനി കുഴിമന്തി. കുഴിമന്തി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. മണ്ണൊക്കെ ഇട്ട് മൂടിയിരുന്നു, അതെല്ലാം മാറ്റുകയാണ്. ഫോയിൽ പേപ്പറൊക്കെ അതിന്റെ പുറത്ത് വെച്ചിട്ട് കുഴിമന്തി എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് ആദ്യം മണ്ണിട്ട് ലൈറ്റ് പോയി എന്തായാലും ശ്രദ്ധിക്കണം നമ്മള്. എത്ര ഉണ്ടാക്കിയിട്ട് മണ്ണ് വീണെന്ന് പറഞ്ഞാൽ പിന്നെ എന്നാലും ശ്രദ്ധിക്കണ്ടേ. ആ ലെയർ അങ്ങനെ ഇട്ടേക്കുന്നത്. ഇനിയുണ്ട്, അടിയിലുണ്ട്, ഇനിയുണ്ട് എടുക്കാവുള്ളൂ. അങ്ങനെ മന്തി ഇതാണ് യഥാർത്ഥ മന്തി എന്ന് പറയുന്നത്. അവിടെ ചെയ്യുന്നല്ലേ ഇല്ല വീഴത്തില്ല ആ നിന്നെ ലൈറ്റ് ഒന്ന് അടിച്ചോണേ. ലൈറ്റ് ഒന്ന് അടിച്ചാ ചൂടാണ്. ഇതാണ് മന്തി കണ്ടോ. ലാഭം പിടിക്കും, എനിക്ക് പറ്റത്തില്ല. സൈഡ് ചോട്ടില്ല. മിയ اسوي غطاء اسوي صحن ركب الرايس ഇതാണ് ഒറിജിനൽ കുഴിമന്തിയെ. ചിക്കൻ സെപ്പറേറ്റ്, റൈസ് സെപ്പറേറ്റ് അല്ലേ? ആ അയ്യോ പോകാമോ? 3 പാത്രം കഴുകും. അളിയാ 3 പാത്രം കഴുകും. കേട്ടോ നമ്മൾ അൽഫാമും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാവരും കൂടെ കഴിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. കപ്പയും മീനും അൽഫാമും കുഴിമന്തിയും എല്ലാം കഴിച്ചിട്ട് അടിപൊളിയായിട്ടുള്ളൊരു വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു അവിടെ. എല്ലാവരും കഴിക്കുന്ന തിരക്കിലായതുകൊണ്ട് വീഡിയോ അധികം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചതിന് ശേഷം കുട്ടിക്കലാശയത്തിലേക്ക് പോകാം. മത്തിയല്ല
ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യ. അങ്ങനെ മൈത്രിയുടെ ഒരു വൺ ഡേ പ്രോഗ്രാം ഇന്ന് സമാപിച്ചു. ജുമായിക്ക് ശേഷം ഞങ്ങളിവിടെ എത്തി. ഉച്ചയൂണും വൈകിട്ടത്തെ ചായയും കഹവയും കപ്പയും മീനും മന്തിയും എല്ലാം കഴിഞ്ഞ് കൊട്ടിപ്പാട്ടും കഴിഞ്ഞ് ഇപ്പോൾ എല്ലാവരും കൂടെ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും ഉണ്ട്. ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. സോളോ സോങ്, സോളോ ഡാൻസ്, ടങ് ട്വിസ്റ്റ്, മധുരം മലയാളം, പഴഞ്ചൊല്ലുകൾ, ഇതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അത്യാവശ്യ വീഡിയോസൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.